ഏയ് എന്താ സംഭവം എന്താ രാവിലെ കട തുറക്കാൻ വന്നപ്പോ നമ്മുടെ പിള്ളേർ വന്ന് പറഞ്ഞു എന്നെ കട ലാലേട്ടനെ പോലുള്ളത്. മോഹൻലാൽ ഫാൻസ് മോഹൻലാൽ ഫാൻസ് ലാലേട്ടൻ പുതിയ പടത്തിന്റെ ഉദ്ഘാടനം. അപ്പൊ എന്നോട് പറഞ്ഞൊരു 10 മിനിറ്റ് ലാലേട്ടനെ പോലെ 500 രൂപ. ഓ അങ്ങനെ നിന്ന് കൊടുത്തത്. എല്ലാ ജംഗ്ഷനിലും ഉണ്ട് ഇതല്ല. കഴിഞ്ഞ അപ്പുറത്തെ ജംഗ്ഷനിലെ ഇത് ഉണ്ടായിരുന്നു സംഭവം. നിനക്കൂടെ പുഷ്പാഭിഷേകം നടത്തിക്കൊണ്ട് കൊള്ളാം. അപ്പുറത്തെ ഒരു പാലഭിഷേകം കൊണ്ട് നടത്തിയത്. എനിക്ക് ഞാൻ കുളിച്ചാനെ ജോലി നീ പോടാ നിന്റെ ജോലി പോടാ പോടാ. എന്താടാ എന്ത് എന്ത് എന്നെ വിളിച്ച്? അയ്യോ നിന്നെ വിളിച്ചല്ലേ എടാ എന്നെ ജീവിക്കാൻ അനുവദിക്കും. നീ പോടാ നിന്റെ ജോലി നോക്കണം. നീ എന്റെ തൊട്ടടുത്ത് കടയും കൊണ്ടുവന്നിരിക്കുകയാണ്. ദൈവമേ ഇവ എന്നെ ഒരു രീതിയിൽ ജീവിക്കാൻ അനുവദിക്കത്തില്ലല്ലോ. എടാ നിനക്ക് ഞാൻ വല്ല ദ്രോഹം ചെയ്തോ? നീ ആ ഫ്രൂട്ട്സ് പോയി നോക്കിയാ പോരെ? പോ ചെന്ന് നിന്റെ ജോലി നോക്കും. പോ. കിലോ 10 കൈനീട്ട് എന്റെ വക. കിലോ 10 ആണെങ്കിൽ 1 കിലോ ആപ്പിൾ എനിക്ക് വേണ്ട വേണ്ടേ? അതിന്റെ ഇടയിൽ ഒരു ഹാഫ് മുങ്ങി കിടക്കണം ഞാൻ കണ്ടില്ല. അങ്ങനെ കേട്ടാ നീ നിന്റെ കാര്യം നോക്കിയാ വാ ആടി വാ ചേട്ടാ ഓടി വാ ചേട്ടാ പൂവച്ച നിക്കർതരാം. എങ്ങനെ ആടി വാ ചേട്ടാ ആടി. ഓടി വാ ചേട്ടാ പൂവച്ച നിക്കർതരാ. ഇതിന്റെ ഉദ്ദേശം എനിക്ക് മനസ്സിലായില്ല. എടാ ഇത് ഏതാ മാസം? ആടി മാസം. ഇതാണ് ആടി സെയിൽ. ഓ അങ്ങനെ. അത് മാത്രല്ലേ എടാ തുണിക്കച്ചവടത്തിന് ഇങ്ങനെ കുറച്ച് സാധ്യതകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. മനസ്സിലായില്ലേ? നീ ഈ പഴങ്ങളൊക്കെ വെച്ചോണ്ട് എഴുന്നിട്ടൊന്നും ഒരു കാര്യമില്ല. നീ നിന്റെ ജോലിക്ക് പോടാ. ഈ മനുഷ്യന്മാരെന്ന് പറഞ്ഞ ഫ്രൂട്ട്സ് കഴിച്ചു കഴിഞ്ഞാൽ വിറ്റാമിൻ എ ബി സി ഡി കിട്ടും. ആദ്യത്തെ 3 എണ്ണം കിട്ടിയില്ലെങ്കിലും അവസാനത്തത് കിട്ടും. എന്തോ ഇടി അത് നിനക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. എടാ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. ഈ ഫ്രൂട്ട്സ് കഴിച്ചിട്ടില്ലെങ്കിലും ആൾക്കാർക്ക് പുറത്തിറങ്ങി നടക്കാൻ സാധിക്കും. പക്ഷെ തുണി ഉടുക്കാതെ ഇറങ്ങി നടക്കാൻ പറ്റില്ല. അതറിയാമോ? അത് മാത്രമല്ല പുരാണങ്ങളിൽ പോലും ഈ വസ്ത്രത്തെ കുറിച്ച് പ്രതിപാദിച്ചിട്ടുണ്ട്. എവിടെ? ഈ പാഞ്ചാലി വസ്ത്രാക്ഷേപ സമയത്ത് കൃഷ്ണ എന്ന് ദ്രൗപദി വിളിച്ചപ്പോ ശ്രീകൃഷ്ണൻ കൊടുത്തത് ഫ്രൂട്ട്സ് അല്ല വസ്ത്രമാണ്. അതും ഒരുപാട്.